ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ വിവോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഈ ഒരു പറഞ്ഞിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസിങ്ങിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് ഈ ഫോണുകൾ കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y19e എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.74 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T7225 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ടൊന്നുമില്ല. പിന്നെ 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടേ വരുന്നുള്ളൂ. പിന്നെ IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ വരുന്നുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വിവോയുടെ 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വിവോ T3 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇപ്പം ഇതിൽ 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. എടുത്തു പറയേണ്ട കാര്യം 5G സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ വരുന്നുണ്ട്. 10,100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,900 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 12,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാം എന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള വിവോ T4X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 16,400 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പേര് കേൾക്കുമ്പോൾ ഇത് MediaTek Dimensity 7300 എന്ന പ്രോസസ്സറിൻ്റെ താഴെ വരുന്ന പ്രോസസ്സറാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇത് MediaTek Dimensity 7300 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 16,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പം 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 29,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പം 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്.
ഇതിലും കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വിവോയുടെ ഭാഗത്തുനിന്ന് ടെലിഫോട്ടോ ലെൻസുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് നിർബന്ധമാണെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കേർഡ് ഡിസ്പ്ലേയും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ MediaTek Dimensity 8200 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വിവോ T3 Ultra എന്ന സ്മാർട്ട് ഫോണിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള വിവോ T3 Ultra'യിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്, അതും ശ്രദ്ധിക്കുക. പക്ഷേ ഈ ഒരു ഫോണിൽ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഒരു ടെലിഫോട്ടോ ലെൻസ് എക്സ്ട്രാ വരുന്നുണ്ട്, 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ആ ഒരു ടെലിഫോട്ടോ ലെൻസ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വിവോ T3 Ultra ആയിരിക്കും. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V40 Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം ഇതിലും 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കേർഡ് ഡിസ്പ്ലേയും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 47,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോണിലോട്ട് വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ക്യാമറയിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണ്ട എന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ട് വരുമ്പം 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9400 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന MediaTekൻ്റെ പ്രോസസ്സറാണ്. അപ്പോൾ ക്യാമറ മാത്രമല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ, നല്ല പെർഫോമൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5800 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 66,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200 Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇതും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വളരെ മികച്ചൊരു ഫോണാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9400 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ 50+200+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്ക് ഇതിൽ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് 1,35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X Fold 3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 8.03 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ 2 ഡിസ്പ്ലേയിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5700 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 1,35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് വിവോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.